ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനേഴ്സ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ചക്കപ്പഴം കൊണ്ടുള്ള നല്ലൊരു മധുരമാണ് തയ്യാർ ചെയ്യുന്നത്. നമ്മുടെ പരമ്പരാഗത രീതിയിൽ നമ്മൾ പാനിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് കള്ളിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ ചക്കപ്പഴത്തിൽ നിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാനി തയ്യാറാക്കുകയാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല ഇനം വരിക്കച്ചക്കപ്പഴമാണ് എടുക്കേണ്ടത്. നല്ല മധുരമുള്ളതാണ്. ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. 4 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പുളിപ്പിക്കാനായിട്ട് ഒരു ചെറിയ പ്രോസസ്സിലിട്ട് വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഭരണി എടുത്തിട്ടുണ്ട്. ക്യാമറയിലത് കുറച്ച് പതിയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഭരണി നമ്മൾ വൈനൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന പോലെയുള്ള ഒരു നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയ ഭരണിയാണ് വേണ്ടത്. അതിലോട്ട് നമുക്ക് ഈ 4 കപ്പ് ചക്കപ്പഴം ഇടാം. അതിൻ്റെ കൂടെ മൊത്തത്തിൽ നമുക്ക് 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1 ഗ്രാം ഈസ്റ്റും ചേർത്ത് നമ്മൾ പുളിപ്പിക്കാൻ വെക്കുകയാണ്. എല്ലാം ഒന്ന് അടച്ച് മൂടിക്കെട്ടി ഉറുമ്പും പാറ്റയും ഒന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ ഭരണി അടച്ച് മൂടിക്കെട്ടി വേണം വയ്ക്കുവാനായിട്ട്. അതൊരു ദിവസം 24 മണിക്കൂർ മിനിമം വെക്കണം. കൂടി പോകേണ്ട ആവശ്യമില്ല. കൂടി പോയാൽ ചിലപ്പോൾ പുളിപ്പ് അധികമായി പോവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഉരുളിയിലോട്ട് ചക്കപ്പഴം എല്ലാം നീക്കം ചെയ്ത ശേഷം ഒന്ന് അരിച്ച് മാറ്റാം. അതിനുശേഷം ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി പാനി പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് കയ്യിലൊട്ടുന്ന പരുവത്തിൽ ആണ് കിട്ടേണ്ടത്. നമുക്കിതിലോട്ട് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കയും ഗ്രാമ്പുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം വാനില എസൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള എസൻസുകളും വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാനിക്ക് കുറേയധികം സ്പൈസുകളുടെ ടേസ്റ്റാണുള്ളത്. ഇപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒട്ടുന്ന പരുവത്തിലാണ് നമുക്ക് എടുക്കാനുള്ളത്. ജലാംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. കയ്യിലൊട്ടുന്ന ഒരു പരുവത്തിൽ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉരുളിയുടെ ചൂടും എല്ലാം കൊണ്ട് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. എല്ലാവരും റെഡിയാക്കി നോക്കണം. നമുക്ക് ചക്കപ്പഴം എല്ലാം ധാരാളം വീണ് പോകുന്ന സമയമാണ്. ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാം. ഡെസേർട്ടായിട്ട് പഴം കൂട്ടി കഴിക്കാം. അതോടൊപ്പം ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ തേനിനൊക്കെ പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. വളരെ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നല്ല ടൈറ്റായിട്ടുള്ള ഗ്ലാസ് ചില്ല് കുപ്പികളാണ് നല്ലത്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.